ഹലോ ഗൈസ്, ഞാൻ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ എമ്പുരാൻ മൂവി കാണാനായിട്ട് പോവാണ് കേട്ടോ. റിലീസിങ്ങിൻ്റെ അന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അന്ന് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് ഒരുപോലെ ഓഫ് കിട്ടിയപ്പം ഞങ്ങളിത് മൂവി കാണാനായിട്ട് പോവുകയാണേ. ഇവിടെ ഞങ്ങൾ റിയാദിലുള്ള അൽക്കസർ മാളിലേക്കായിരുന്നു വന്നത്. ഇവിടെയായിരുന്നു മൂവി കാണാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നേരെ മോളിനുള്ളിലേക്ക് പോവുകയാണേ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ കുറച്ച് പട്ടിഷോ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചേട്ടായോട് പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തരാൻ. അങ്ങനെ ഞാൻ നടക്കുന്നതും ഓടുന്നതൊക്കെ കുറേ വീഡിയോ ഒക്കെ ചേട്ടായി എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ മോളിനുള്ളിലേക്ക് ചെന്നു. ബാക്കിയുള്ള പട്ടി ഷോ മോളിനുള്ളിൽ ചെന്നിട്ടായിരുന്നേ. അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ, എസ്കലേറ്റർ കാണുമ്പോൾ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ എസ്കലേറ്ററിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ നിന്ന് കുറേ വീഡിയോ എടുത്തു. എൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടായിനെയും കൂടെ പിടിച്ച് നിർത്തി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. സ്ക്രീൻ 3, അതായത് 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മൾ തിയേറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അധികം ആളെ ഒന്നും കണ്ടില്ല. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30-ക്കുള്ള ടിക്കറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അധികം ആളൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെയല്ലേ സംഭവം മനസ്സിലായത്, ആളുകളൊക്കെ വരുന്നേ ഉള്ളായിരുന്നു. ഒരു വമ്പൻ ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഈ എമ്പുരാൻ ഏത് ടൈമിൽ ഓടിയാലും മലയാളികൾക്ക് ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ സ്ക്രീനിൽ ഇങ്ങനെ എമ്പുരാൻ്റെ സീൻസും മോഹൻലാലിൻ്റെ എൻട്രിയൊക്കെ കാണുമ്പോഴേക്കും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടി വന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ഓപ്പണായി അകത്തോട്ട് കയറിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ വലിയ ക്യൂ ഒക്കെ നിന്ന് നേരെ തിയേറ്ററിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ എമ്പുരാൻ്റെ ബാനർ കാണുമ്പോൾ പിന്നെ അതിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാത്തൊരു സമാധാനമില്ല. പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ തിയേറ്ററിന് ഉള്ളിലേക്ക് ചെന്നു. സ്ക്രീൻ 3 ആയിരുന്നു കേട്ടോ. ചെറിയ തിയേറ്റർ ആയിരുന്നു, പക്ഷേ സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മൂവി കാണാനായിട്ട് കയറി. എമ്പുരാൻ മൂവിയൊക്കെ തുടങ്ങി കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് കാണാവേ. ഫൈനലി മൂവിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെയൊക്കെ എൻട്രി കിട്ടില്ലായിരുന്നു കേട്ടോ. ഓരോ സീൻസും അവർ ചെയ്തേക്കുന്ന കാണാൻ അടിപൊളിയാണ് കേട്ടോ. ലാലേട്ടൻ്റെ മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും മഞ്ജു വാര്യരുടെ ആണെങ്കിലും ടൊവിനോടെ ആണെങ്കിലും ഒക്കെ അഭിനയം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഓവറോൾ സിനിമ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. നമുക്ക് 3 മണിക്കൂർ കാണാനുള്ള മൂവി ഉണ്ട് കേട്ടോ. 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഇതേ സിനിമയൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങി. പിന്നെ മൂവി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് അഭിപ്രായമല്ലേ. എനിക്ക് എന്താണെങ്കിലും സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം സിനിമ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കഥ കൊണ്ട് മാത്രമല്ല, അത് ചെയ്യാൻ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട ആ ഒരു എഫേർട്ട് നമുക്ക് എന്താണെങ്കിലും സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ അടിപൊളിയായിട്ടാണ് ഓരോ സീൻസും അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.